ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഈ ചാനൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന കുറച്ച് മെമ്മറീസ് സേവ് ചെയ്യാനും അത് നമുക്ക് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി ഒരു കളക്ഷൻ പോയിൻ്റ് ആയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെയിലി വർക്കൗട്ട് കാണാൻ താല്പര്യമുള്ളവർ, വർക്കൗട്ടിൻ്റെ വ്ളോഗിങ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ടുഡേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുള്ളത് ഹിൽ വർക്കൗട്ടാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഗ്രാസ് റൂട്ട് അത്ലറ്റ്സ് ആണ്. അവർ ചെയ്യുന്ന നമ്മുടെ മിനിമൽ സറൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഹിൽ വർക്കൗട്ടാണ് ഇന്ന് നമ്മളിവിടെ വ്ളോഗ് ചെയ്യുന്നത്. എനിവേ കീപ്പ് വാച്ചിങ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ കുറേ മെമ്മറീസ് വർഷങ്ങൾക്ക് ശേഷം ഓർത്തെടുക്കാൻ പറ്റുന്നൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിനെ കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി വർക്കൗട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യാം. എനിവേ ടുഡേ വി ഗോണ ഡിസ്കസ് അബൌട്ട് ദ ഹിൽ ട്രെയിനിങ്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് അത്ലറ്റ്സിൻ്റെ ഹിൽ ട്രെയിനിങ് റണ്ണിങ് എന്താണ് ബെനിഫിറ്റ്സ് എന്നാണ്. ഹിൽ റണ്ണിങ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ട്രെയിനിങ് മെത്തേഡ് ഫോർ എനി അത്ലറ്റ്സ്. ലെറ്റ്സ് ചെക്ക് ദ ടോപ്പ് ബെനിഫിറ്റ്സ്. നമ്പർ 1 എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് പവർ ബൂസ്റ്റാണ്. അപ്പ് ഹിൽ റൺ ചെയ്യുമ്പോൾ ലെഗിന് എക്സ്ട്രാ ഫോഴ്സ് യൂസ് ചെയ്യും. സോ ഇതുകൊണ്ട് നമ്മുടെ എക്സ്പ്ലോസീവ് സ്പീഡും ആക്സലറേഷനും നല്ലപോലെ ഇമ്പ്രൂവ് ആകും എന്നുള്ളതാണ്. നമ്പർ 2, മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആകും. ഹിൽ റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്, കാപ്സ് എല്ലാം നല്ല സ്ട്രെങ്ത് ചെയ്യും. അതിന് അത്ലറ്റ്സിന് ഇത് റിക്വയർഡായ ലോവർ ബോഡി നാച്ചുറലി ഡെവലപ്പ് ആവും. ആവശ്യത്തിനുള്ള പോലെ ഉള്ള ലോവർ ബോഡി സ്ട്രെങ്ത്ത്, മസിൽ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ആവും എന്നുള്ളതാണ്. നമ്പർ 3, ബെറ്റർ നീ ആൻഡ് ആംഗിൾ സ്റ്റെബിലിറ്റി. അപ്പ് ഹിൽ റൺ ഇമ്പാക്റ്റ് കുറവായതുകൊണ്ട് നീ പെയിൻ ഉള്ള അത്ലറ്റ്സിന് സേഫാണ്. നിങ്ങളുടെ ആംഗിൾ ബാലൻസും സ്റ്റെബിലിറ്റിയും വളരെ ഇമ്പ്രൂവ് ആകും. നമ്പർ 4, കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ഡെവലപ്പ് ആവും. ഹിൽ റൺ ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഇൻക്രീസ് ആവും. അതുകൊണ്ട് നമ്മുടെ അത്ലറ്റ്സിൻ്റെ സ്റ്റാമിന, അവരുടെ ലങ്സ് കപ്പാസിറ്റി എല്ലാം നല്ലപോലെ പെട്ടെന്ന് വളരും. നമ്പർ 5, റണ്ണിങ് ടെക്നിക്ക് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ്. ഹിൽ ക്ലൈംബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈ നീ ഡ്രൈവ് വരും. അത് ഇല്ലാത്ത അത്ലറ്റ്സിന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. ഫോർവേഡ് ലീൻ കറക്ഷൻ ആകും. 20 ഡിഗ്രി ലീനിങ് കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റ് ആം സ്വിങ് പെർഫെക്റ്റ് ആകും. ഓവറോൾ നമ്മളുടെ അത്ലറ്റ്സ് ഫോം ടൈറ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആകും. നമ്പർ 6, മെൻ്റലി ടഫ്നെസ്. അത് അത്ലറ്റ്സിന് ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റിയാണ്. ഹില്ല് കംപ്ലീറ്റ് ചെയ്യുന്ന ഫീലിംഗ് ഇറ്റ് സെൽഫ് പവർഫുള്ളാണ്. അത് അത്ലറ്റ്സിന് സെൽഫ് പ്രൗഡ് ഉണ്ടാക്കും. അത്ലറ്റ്സിന് കോൺഫിഡൻസും മെൻ്റൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. നമ്പർ 7, ബോഡി ഫാറ്റ് ബേണിംഗ് ആണ്. ഹിൽ റണ്ണ് ഹൈ ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് തന്നെ കാലോറീസ് വളരെ ബേൺ ആകും. ബോഡി ഫാറ്റ് കുറയും. ലീൻ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എൻ്റെ സജഷൻ, അത്ലറ്റ് ആണെങ്കിൽ വീക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യം ഹിൽ റണ്ണ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അവരുടെ ടോട്ടൽ ബോഡിയുടെ സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ അവരുടെ സ്പീഡ്, അവരുടെ ബാലൻസ്, അവരുടെ നീ ആംഗിൾ സ്റ്റെബിലിറ്റി, അവരുടെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്, റണ്ണിങ് ടെക്നിക്ക്, മെൻ്റൽ ടഫ്നെസ് ഉൾപ്പെടെയുള്ള ബോഡി ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് നടന്നു കിട്ടാനായിട്ട് സ്കോപ്പുള്ളപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഗ്രാസ് റൂട്ടിലുള്ള കുട്ടികളാണ്. ഈ ലിമിറ്റഡ് റിസോഴ്സിനകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൽ ഈ വർഷം റെസ്റ്റ് എടുത്തോ. കയ്യൊക്കെ ഇതിക്കടെ പോണേ. നേരെ നോക്ക്. കയ്യൊക്കെ ഹിപ്പിന് താത്തി ഉപയോഗിക്ക്. നേരെ നോക്ക്. സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടൊരു പെൺകുട്ടി അവൾ നാഷണൽ സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാനായിട്ട് ഈ വർഷം പോകുകയാണെന്നുള്ളൊരു ഹാപ്പിനെസ് കൂടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണം. എനിവേ കീപ്പ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ ആൻഡ് ഡെയിലി വർക്കൗട്ട് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക.